ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളീസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ആണല്ലോ മിക്സ്ചർ. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ സ്പൈസി ആയിട്ട് മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ മാത്രം ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസായി പോകും, നമ്മുടെ മിക്സ്ചറിൻ്റെ പരുവം തന്നെ മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് മിക്സ്ചർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കറിവേപ്പിലയാണ് വറുത്ത് കോരുന്നത്. കറിവേപ്പില കുറച്ചധികം തന്നെ വറുത്ത് കോരാം കേട്ടോ. ഈ എണ്ണയിൽ ചേർക്കുമ്പോൾ ആ മിക്സ്ചറിനൊക്കെ നല്ലൊരു മണം കിട്ടും. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിവിടെ 1 കുടം വെളുത്തുള്ളി ചതച്ചതിന് ശേഷം എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഇതുപോലെ തന്നെ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് സേവയും തയ്യാറാക്കിയെടുക്കാം. ഈ സേവ പിഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് മുകളിലോട്ട് വെച്ച് വേണം സേവ പിഴിയാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ചൂടടിക്കും. പിന്നെ ഇത് ഫ്രൈ ആയി കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് മതിയാകും. 1 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സേവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവിനും കൂടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സേവയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തിയാണ് തയ്യാറാക്കേണ്ടത്. ബൂന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാവൊന്നും വേണ്ട. നമ്മുടെ ബാക്കി വന്ന മാവില്ലേ, സേവ തയ്യാറാക്കി ബാക്കി വന്ന മാവ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവല്ലേ, ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി ഇതുപോലൊരു കണ്ണാപ്പ എടുക്കുക. അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൂന്തിയും റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിൽ ഫുഡ് കളറൊക്കെ ചേർത്തിട്ട്, പച്ചയോ ചുവപ്പോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ബൂന്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ 1-2 മിനിറ്റുകൾ എടുക്കും. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മിക്സ്ചർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സേവ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാണാൻ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതി പോലും കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ സേവയൊക്കെ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കറിവേപ്പിലയും കപ്പലണ്ടിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി അധികം തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ബാക്കി വന്ന എണ്ണ അതിലൊഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വറുത്ത് കോരിയതിൻ്റെ ബാക്കിയുള്ള എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബൂന്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പും എരിവും ഒക്കെ നോക്കുക, നമ്മുടെ ഭാഗത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കപ്പലണ്ടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഉണ്ടാക്കിയ സേവയുടെ പകുതി പോലും ആയിട്ടില്ലല്ലേ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.